വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കുടുംബാംഗങ്ങൾ നഷ്ടമായ ജസീലയ്ക്കും 3 വയസ്സുകാരിയായ മകൾ നൈസയ്ക്കും ജീവിതമാർഗമൊരുങ്ങി. വിവിധ മേഖലയിലുള്ളവരുടെ സഹായത്തോടെ മേപ്പാടിയിൽ നിർമ്മിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം നടൻ വിനോദ് കോവൂർ നിർവഹിച്ചു. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളുമാണ് ഷോപ്പിൽ ഉള്ളത്. ഭർത്താവും 2 മക്കളും ഉൾപ്പെടെയുള്ള ജസീലയുടെ കുടുംബാംഗങ്ങളെയാണ് ഉരുളെടുത്തത്. രക്ഷപ്പെട്ടത് ജസീലയും 3 വയസ്സുള്ള നൈസ മോളുമാണ്. വാടക വീട്ടിൽ കഴിയുന്ന ഇവർക്ക് വരുമാനമാർഗം ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് ജസീലയുടെ സഹോദരനും മേപ്പാടിയിലെ സുഹൃത്തുക്കളും ചേർന്ന് ജസീലയ്ക്ക് ഷോപ്പ് നിർമ്മിച്ചു നൽകിയത്. ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി 24 നടത്തിയ വയനാടിനൊപ്പം പരിപാടിയിൽ വിനോദ് കോവൂർ നൈസ മോളുടെ പഠനച്ചെലവ് ഏറ്റെടുത്തിരുന്നു. ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനും വിനോദ് കോവൂർ എത്തി. ദൈവം ചില ആളുകളുടെ അടുത്തേക്ക് നമ്മളെ എത്തിക്കും. പടച്ചവൻ അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് വയനാട്ടിൽ നിന്ന് ഉണ്ടായ ഒരു സൗഹൃദമാണത്. ഈ മോള് എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു മോൾ ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നൈസ മോളായിരിക്കും. വെറുതെ ഇരിക്കുകയാണ്, വീട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവണം, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്ന് പറഞ്ഞപ്പം കൂട്ടുകാരും അവരുടെ ആങ്ങളെ എല്ലാം കൂടി ചേർന്നാണ് മേപ്പാടിയിൽ ഇങ്ങനെ ചെറിയൊരു കട ഇട്ടുകൊടുക്കാം. ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിനും എനിക്ക് വരാൻ സാധിച്ചു. ഈ ന്യൂ ഇയറിൽ ഇത്രയും വലിയൊരു സന്തോഷം ഇനി വേറെ ഉണ്ടാകാനില്ല. ടൗൺഷിപ്പിൽ ജസീലയ്ക്ക് വീട് ഒരുങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിനോദേട്ടന് കിട്ടിയത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. സന്തോഷമാണ് അതിൽ. വരുമാന മാർഗം എന്നുള്ളതിൽ ഇനി ഇത് നോക്കിയാൽ എനിക്ക് പറ്റും. എന്തായാലും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണം. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയാണ് ഷോപ്പിലുള്ളത്. ആദ്യ വിൽപ്പനയും വിനോദ് കോവൂർ നിർവഹിച്ചു. CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖാണ് ആദ്യ ഉൽപ്പന്നം വാങ്ങിയത്. ഉദ്ഘാടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.